ഭാഗം 4. ലൈലാമണിയെ നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ? ശംഭു സംശയത്തോടെ ചോദിച്ചു. ലൈലാമണിക്ക് പിന്നാലെ പോകുന്നതും അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതും ഒരുപോലെയാണ് ശംഭു. ലൈലാമണി വിശ്വന്റെയും ഗിരിധരന്റെയും കീപ്പാണ്. അതും വർഷങ്ങൾ പഴക്കമുള്ള ബന്ധം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നതിൽ രജത്തിന് ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും ശംഭു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നതിനാൽ അവനും തുറന്നു പറയാൻ തയ്യാറായി. ഞങ്ങൾ അന്വേഷണം നടത്തിയത് രഹസ്യമായിട്ടാണ്. അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ചെറിയമ്മാവനാണ്. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഗംഗയാന്റി അവർ മരിക്കുന്നതിന് തലേന്നാണ് വിശ്വനും ദിനേശനും ഉപദ്രവിച്ചതെന്നാണ്. പിറ്റേന്ന് അവർ എന്തിന് ഓഫീസിലേക്ക് പോയെന്ന് നമുക്കറിയില്ല. എന്തായാലും അവിടെ എത്തിയപ്പോൾ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയാണ് അങ്കിളിന്റെ കഴുത്തിലെ കുടുക്ക് അറുത്തുമാറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ആന്റി പോലീസ് എത്തിയപ്പോഴേക്ക് മരിച്ചിരുന്നു. എന്നാൽ അങ്കിളിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ എത്തും മുമ്പേ അതും നഷ്ടമായിരുന്നു. ആ വണ്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി നൽകിയ മൊഴിയാണത്. പിന്നെ നമുക്ക് അവരെ ഒരു പരിധിയിൽ കവിഞ്ഞ് ചോദ്യം ചെയ്യാനും കഴിയില്ല. ഇതൊക്കെ അമ്മാവനും ഞാനും ചേർന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതെല്ലാം പൂർണ്ണമായും സത്യമാവില്ല. പക്ഷേ പണവും അധികാരവും ഇല്ലാതെ നമുക്കൊരു വിരൽ പോലും ചലിപ്പിക്കാൻ കഴിയില്ല ശംഭു. അന്നായാലും ഇന്നായാലും അതിന് മാറ്റമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണുവും ഗിരിധറും അമ്മയെ വന്ന് കണ്ടിരുന്നു. അവർക്ക് പിന്നാലെ ശല്യം ചെയ്തു വന്നാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. അമ്മയ്ക്ക് ഞങ്ങളായിരുന്നു വലുത്. അതുകൊണ്ട് പിന്നീടൊന്നും അന്വേഷിക്കാൻ അമ്മ സമ്മതിച്ചിരുന്നില്ല. വിഷ്ണുവും ഗിരിധറും പെൺവിഷയങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാണും. അച്ഛന്മാരുടെ രക്തത്തിന്റെ ഗുണം അവർ കാണിക്കാതിരിക്കില്ലല്ലോ. ഇല്ലീഗൽ ബിസിനസ്സുകളെല്ലാം നടത്തി ഇവന്മാരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായി വിലസുമ്പോൾ കഴിഞ്ഞുപോയ കഥകൾ ആരെങ്കിലും കുത്തിയിളക്കി വന്നാൽ കൈയും കിട്ടിയിരിക്കില്ല. നിനക്കറിയാലോ തുളസി ആന്റിയുടെ ഇളയ മകൾ സുരഭിയെക്കുറിച്ച്? അവളുടെ കാമുകനായ ഒരു അരുണുണ്ട്. അവന്റെ അച്ഛൻ വരദരാജന്റെ സുഹൃത്തുക്കളാണ് വിശ്വനും ഗിരിധറും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലെല്ലാം ഇല്ലീഗൽ ബിസിനസ് നടത്തി നമ്മുടെ നാടിനെ അടക്കി വാഴുന്നവരാണവർ. ഏതു മേഖലയിലേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം അവരുടെ ആളുകൾ ഉണ്ടാകും. നമ്മളെ നിരീക്ഷിക്കാത്തത് നമ്മൾ അവരുടെ എതിരാളികളല്ലെന്ന തോന്നലിലാണ്. മാത്രവുമല്ല, വാര്യത്തെ വീട്ടിലെ സുരഭിയെ മാത്രമേ അവർ നോട്ടമിട്ടിട്ടുള്ളൂ. അതും അവരെ ഒറ്റിയെന്ന പേരിൽ. എന്നിരുന്നാലും ഈ അരുണിനെ ഒരിക്കൽ സുരഭി സത്യയുടെ മുറിയിൽ കയറ്റിയതാണ്. അവനൊക്കെ ഒരു പെണ്ണിനെ നോട്ടമിട്ടിട്ട് കിട്ടാതെ പോയാൽ പോകട്ടെ എന്ന് കരുതുന്നവരല്ല. അവരുടെ ശ്രദ്ധ വെറുതെ ആകർഷിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ആവില്ല സംഭവിക്കുക. അവരോട് ഏറ്റുമുട്ടാൻ നമ്മുടെ ഈ ചാനലിന് പോലും കഴിയില്ല. അരുൺ ജയിലിലല്ലേ ഏട്ടാ? പിന്നെന്താണ്? അവനെ ജയിലിലുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുണ്ട്. പിന്നെ ജയിലിൽ കിടക്കുന്നവന്റെ സുഖജീവിതത്തെക്കുറിച്ച് നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിദ്ധിയോട് ചോദിച്ചാൽ മതി. അവന്റെയൊന്നും കാര്യത്തിൽ അവൾക്ക് പോലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. അവനവിടെ വേണ്ടതൊക്കെ എത്തിക്കാൻ പോലീസുകാർ തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ? അവരെയെല്ലാം അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതല്ലേ? അരുണിന്റെ ചേട്ടന്റെ ഭാര്യ തന്നെയല്ലേ മൊഴി നൽകിയത്? ഇപ്പോഴും അവർക്ക് ആ പഴയ ഹോൾഡ് ഉണ്ടെന്നാണോ? അവന്റെ ചേട്ടനും അച്ഛനുമൊക്കെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ശംഭു. പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അതിൽ എത്രമാത്രം സത്യസന്ധമായ കാര്യമുണ്ടെന്ന് ഊഹിച്ചുകൂടെ നിനക്ക്? നമ്മുടെ നാട്ടിൽ അവരെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ശംഭു. സത്യവും ന്യായവും നീതിയും തേടി പോകുന്നവർക്ക് നല്ലതൊന്നും ആവില്ല കാലം കാത്തുവെക്കുക. അന്ന് മൊഴി നൽകിയ വരുണിന്റെ ഭാര്യ അമല ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് വന്നിരുന്നു. അതിന്റെ പിന്നിൽ ശരിക്കും എന്താണ് നടന്നിട്ടുണ്ടാവുകയെന്ന് ഊഹിക്കാമല്ലോ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളായാൽ പോലും അവർ വിധിക്കുന്ന ശിക്ഷ മരണം തന്നെയാണ്. അറസ്റ്റിലാക്കപ്പെട്ട സുരഭി ഡി അഡിക്ഷൻ സെന്ററിലുണ്ട്, അരുൺ ജയിലിലും. ഈ സുരഭി അവർക്കൊപ്പം കൂടിയ ശേഷം എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അവസ്ഥയിലായിരുന്നു അവൾ. ആരും നിയന്ത്രിക്കാനില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് അവൾ സ്വയം നശിച്ചെന്ന് തന്നെ പറയാം. അമിതമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം അവൾക്ക് ഇനിയൊരു സാധാരണ ജീവിതം സാധ്യമല്ലെന്നാണ് കേൾക്കുന്നത്. അതേപോലെ വരുണും അമലയുടെ അനിയത്തി അമൃതയും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അമല അന്ന് 3 മാസം ഗർഭിണിയായിരുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. ഒപ്പം അവരുടെ അച്ഛൻ വരദരാജും ഉണ്ടാകും. പോലീസ് ഇപ്പോഴും അവരെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അമല പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ അമൃതയും വരുണും തമ്മിലുള്ള ബന്ധം മറ്റൊരു വിധത്തിലാണ്. വരുൺ അമലയെ പലർക്കും മുന്നിലും എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വന്തം അനിയനല്ലാതെ മറ്റാർക്കും അമൃതയെ പങ്കുവെച്ചിട്ടില്ല. മാത്രവുമല്ല,
വരുണിന്റെ കുഞ്ഞാണ് അമൃതയിൽ വളരുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പോഴും അവരുടെ ജീവിതം ആസ്വദിച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ്. ഒപ്പമുള്ള കരുത്തരായ 2 സുഹൃത്തുക്കളുള്ളപ്പോൾ അവർക്ക് ഒളിച്ചു ജീവിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? എനിക്കൊരു സംശയമുണ്ട് രജത്തേട്ടാ. എന്താ ശംഭു? സത്യ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് പിന്നാലെയാണെങ്കിൽ അവൾക്കൊന്നും അറിയാതെ വരില്ലല്ലോ. പ്രത്യേകിച്ച് ഏട്ടൻ പറഞ്ഞ പോയിന്റ്. ഗംഗവല്യമ്മയും നാഥനങ്ങളും തമ്മിൽ അവിഹിതമുണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്ന് അവർക്കിടയിലുണ്ടായിരുന്ന കലഹം മൂലം തുഷാരങ്ങൾ വല്യമ്മയെ കൊന്നതാണെന്നും അങ്കിൾ ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് കണ്ടെത്തിയെടുത്ത് നിന്ന് തന്റെ മകന്റെയും മരുമകളുടെയും മരണം ആത്മഹത്യയോ കുടുംബ കലഹമോ അല്ല, ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്ന് തുഷാരങ്ങളുടെ അച്ഛൻ ആരോപിച്ചിരുന്നു, അല്ലേ? അതെ. അതൊന്നും സത്യം അറിയാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. പണ്ട് നിങ്ങളൊക്കെ കണ്ടിരുന്ന കണ്ണു നിറച്ചു നിൽക്കുന്ന പൊട്ടി പെണ്ണല്ല അവൾ. അവൾക്ക് എന്തൊക്കെയോ അറിയാം. ഇതുവരെ അവൾക്കൊപ്പം നടക്കുന്നവനായതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളൊക്കെ പറയുന്ന ഗംഗവല്യമ്മയുടെ തൻ്റെടവും തുഷാർ വല്യച്ഛന്റെ ബുദ്ധിയും അവൾക്ക് ഇപ്പോഴുണ്ട്. എങ്ങനെ? നമ്മളിൽ നിന്നല്ലാതെ ആരിൽ നിന്നാണ് അവൾ ഇതൊക്കെ അറിയുക? രജത്തിന്റെ നെറ്റി ചുളിഞ്ഞു. നമ്മുടെ വിചാരമല്ലേ ഏട്ടാ അവൾക്ക് മറ്റെവിടെ നിന്നും വിവരം കിട്ടില്ലെന്നത്? നാട്ടിൽ നിന്ന് അവൾ അത്രയും ബുക്കുകൾ ഇവിടേക്ക് കൊണ്ടുവന്നെങ്കിൽ അതിലൊരു കാരണമില്ലാതെ വരില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് തുഷാരങ്ങൾ ഒരുക്കി വെച്ച തെളിവുകൾ. അങ്കിൾ വലിയ ബുദ്ധിമാനായിരുന്നെന്നല്ലേ ഏട്ടൻ പറഞ്ഞിരുന്നത്? അപ്പോൾ തീർച്ചയായും അങ്കിൾ എല്ലാ തെളിവുകളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതും മറ്റാർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ. തുളസി ആന്റിയുടെ സ്വഭാവം മൂലം നിങ്ങൾക്കാർക്കും അവിടേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അങ്കിൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ശംഭു പറഞ്ഞപ്പോൾ അതെല്ലാം ശരിയാണെന്ന് രജത്തും സമ്മതിച്ചു. പിന്നെയും കുറച്ചേറെ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തിട്ടാണ് രജത്ത് വിട്ടത്. എനിക്ക് മോളെ ഒന്ന് കാണണം. ഞാൻ പിടിക്കപ്പെട്ടെന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. അവിചാരിതമായിട്ടാണ് മോളെ കണ്ടുമുട്ടിയതെങ്കിലും സത്യങ്ങൾ മോളോട് പറയാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. അതെന്റെ ജീവനിൽ ഭയന്നാണ്. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ അവർ. എന്തായാലും മരണമുറപ്പായ സ്ഥിതിക്ക് മോള് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് തോന്നുന്നു. അന്ന് മോളെ കണ്ടതിന് ശേഷം എനിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടിരുന്നു. അവർക്കെന്നെ സംശയം തോന്നിയത് വിഷൻ സാറും ദിനേശൻ സാറും മരിച്ചതിന് ശേഷമാണ്. അന്നത്തെ ആ പോലീസുകാരനെ മോൾക്കറിയുമോ? സദാശിവൻ സാർ. ആ സാറ് മരിക്കും മുമ്പ് എന്നോട് രക്ഷപ്പെടാനാണ് പറഞ്ഞിരുന്നത്. മോള് വരില്ലേ? ഞാൻ മോളെ ചതിക്കാനൊന്നുമല്ല വിളിക്കുന്നത്. എനിക്കിപ്പോ ഇവിടം വിട്ട് എവിടേക്കും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ എനിക്ക് മോളോട് സംസാരിക്കാനോ നമ്മൾക്ക് പരസ്പരം കാണാനോ കഴിയാതെ പോയാൽ മോൾക്കറിയേണ്ടുന്ന എല്ലാ വിവരങ്ങളും മോളിൽ എത്തിയിരിക്കും. ഇത് ലൈലാമണി നൽകുന്ന വാക്കാണ്. ഈ പ്രായത്തിൽ ഇനി ഒരു ചതി നടത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. മറുവശത്തു നിന്ന് കേട്ട വാക്കുകൾക്ക് പകരമായി വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ചിന്തയിൽ ലൈലാമണി നിറഞ്ഞു. ലൈലാമണി എന്ന ലൈല മാധവൻ എന്ന മനുഷ്യന്റെ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു. ഒപ്പം വിശ്വന്റെയും ദിനേശന്റെയും വെപ്പാട്ടിയും. അവരുടെ മകളാവാൻ പ്രായമുള്ള ലൈലാമണിയെക്കുറിച്ച് തുഷാർ ബുക്കിൽ സൂചിപ്പിച്ചിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവർ കണ്ടെത്തിയ വഴിയായിരുന്നു അച്ഛന്റെ പ്രായമുള്ള വിശ്വനും ദിനേശനും വഴങ്ങിക്കൊടുക്കുകയെന്നത്. അതിനെ തുടർന്ന് അവരവരുടെ മക്കളായ വിഷ്ണുവിനും ഗിരിധരനും വരെ കിടക്ക വിരിച്ച കഥകൾ വേറെയാണ്. ഇക്കാര്യം തുഷാർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതും വൈകിയ വേളയിൽ. അതുകൊണ്ടാണല്ലോ വലിയ ചതികൾ നേരിടേണ്ടി വന്നത്. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരുവൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പലതിന്റെ ദൃക്സാക്ഷി എന്ന നിലയിൽ അവരുടെ ഒരു ഫോട്ടോയും അന്നത്തെ അഡ്രസ്സും തുഷാർ അതിൽ കൊടുത്തിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം നടന്ന സംഭവങ്ങളും പിറ്റേന്ന് ഓഫീസിലേക്ക് പോകാനുണ്ടായ കാര്യങ്ങൾ വരെയും തുഷാർ സൂചിപ്പിച്ചിരുന്നു. ഓഫീസിൽ എന്ത് സംഭവിച്ചുവെന്ന ഊഹം മാത്രമേ സത്യക്കുള്ളൂ. അത് കണ്ടെത്താൻ വേണ്ടിയാണ് അവൾ ലൈലാമണിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. അന്നത്തെ ആത്മഹത്യാ കേസിൽ ഗംഗയ്ക്ക് നാഥനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് തിരികെ കയറ്റിയ ലൈലയെ കണ്ടെത്താൻ സത്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ പിന്നെയും അതേ സ്ഥാപനത്തിൽ തന്നെയാണ് വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നത്. ഇരുവർക്കും ഇടയ്ക്കുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും മൂലം ഭാര്യയെ ഉപദ്രവിച്ച് തുഷാർ കെട്ടിത്തൂക്കി പിന്നാലെ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർത്തുകൊണ്ട് പോലീസ് തള്ളിയ കേസാണ് തുഷാറിന്റെയും ഗംഗയുടേതുമെന്ന് സത്യ കണ്ടെത്തിയത് ആ ബുക്കുകൾ കയ്യിൽ കിട്ടിയ ശേഷമാണ്.
ദൈവാനുഗ്രഹം പോലെയാണ് തുഷാറിന്റെ ബുക്കുകൾക്കൊപ്പം പഴയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ പകർപ്പും സത്യയ്ക്ക് കിട്ടിയത്. തുളസി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒന്നിനെ അവരുടെ അമ്മ പത്മ സുരക്ഷിതമായ ബുക്കിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. മകന്റെയും മരുമകളുടേതുമായ എല്ലാ സാധനങ്ങളും അവരൊരു നിധി പോലെ തന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്നു. അവയെല്ലാം അന്ന് പലരും പത്മതീർത്ഥമെന്ന അവരുടെ വീട്ടിൽ കയറിയിറങ്ങി തെരച്ചിൽ നടത്തിയ ശേഷം അവശേഷിപ്പിച്ചവ മാത്രമാണ്. അതൊക്കെ മുന്നിൽ കണ്ടതുപോലെയാണ് തുഷാർ തന്റെ രഹസ്യങ്ങൾ മുഴുവൻ ആ ബുക്ക് കളക്ഷനിൽ ഒളിപ്പിച്ചു വെച്ചത്. തുളസിക്കുള്ളതുപോലെ ഗംഗയോട് തുഷാറിന്റെ അമ്മയ്ക്ക് യാതൊരു അനിഷ്ടവും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഉള്ളുകൊണ്ട് അവരെന്നും മരിച്ചുപോയ മകനും ഭാര്യയ്ക്കും നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കാം. 150ഓളം ബുക്കുകൾ ഒരുമിച്ച് കൊറിയർ ചെയ്യുമ്പോൾ വേണ്ട വിധത്തിൽ ജയനോ തുളസിയോ അത് ചെക്ക് ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവുമെന്ന ചിന്ത തുളസിക്കും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി ജീവിച്ചിരുന്ന അത്രയും കാലം അതൊന്നും മറ്റാരും എടുക്കാനും സമ്മതിച്ചിട്ടില്ല. ചിലപ്പോൾ ആ ബുക്കുകളിൽ അവർ ഇതെല്ലാം മുമ്പേ കണ്ടെത്തിയിരിക്കാം. അതുകൊണ്ട് മാത്രം തുഷാർ സൂക്ഷിച്ച തങ്ങളുടെ പ്രണയകാലത്തെ ഗംഗയുടെ ചിത്രം വരെ അതിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയ മങ്ങൽ വന്നിരുന്നുവെന്ന് മാത്രം. അന്ന് യഥാർത്ഥ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ നിമിഷം നെഞ്ചുപൊട്ടി കരഞ്ഞ സത്യയ്ക്ക് ഉള്ളിൽ കടുത്ത ദേഷ്യം തോന്നിയത് തുളസിയോടാണ്. തന്റെ അമ്മ ഇത്രയും അധികം ക്രൂരമായി പീഡിക്കപ്പെട്ടെന്നറിഞ്ഞിട്ടും നിശബ്ദത പാലിച്ചതിൽ. പിന്നീട് ചിന്തിച്ചപ്പോൾ അതവരുടെ ശരിയായി കണ്ടുകൊണ്ട് അവൾ സമനില വീണ്ടെടുത്തു. സത്യത്തിൽ അതിനുശേഷം സത്യ തുളസിയിൽ നിന്ന് മനസ്സുകൊണ്ട് ഒരുപാട് അകന്നു പോയിരുന്നുവെന്നതാണ് സത്യം. തുളസി പുതിയ ജീവിതത്തിന്റെ തിരക്കിലായതിനാൽ അതൊട്ടും മനസ്സിലാക്കിയിട്ടുമില്ല. ഇത്രത്തോളം വെറുക്കാൻ തന്റെ അമ്മ യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് അവളുടെ മനസ്സ് വാദിക്കുന്നത് കൊണ്ടാവും. പഴയ പോലെ അവരോട് അന്ധമായ സ്നേഹമൊന്നും സത്യക്കില്ല. വളർത്തിയ കടപ്പാട് മാത്രം അവൾ ഉള്ളിൽ പേറുന്നുണ്ട്, അത്രമാത്രം. സത്യ, നീ എവിടേക്കാണ്? ഒരുങ്ങിയിറങ്ങിയ സത്യയെ ശംഭു അമ്പരപ്പോടെ നോക്കി ചോദിച്ചു. ചെന്നൈ വരെ. അവിടെ എന്താ? ഒരാവശ്യമുണ്ടടാ. എങ്കിൽ തനിയെ പോകേണ്ട, ഞാനും വരാം. അത് വേണ്ട. EV റിപ്പോർട്ടിങ്ങിന്റെ പേപ്പർ വർക്കുകൾ നീ ചെയ്തു. അപ്പോഴേക്കും ഞാനിങ്ങ് വരും. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമാണ്. അവൻ കൂടുതലൊന്നും ചെയ്യാൻ നിന്നില്ല. നീ എങ്ങനെയാ പോകുന്നത്? ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടടാ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തന്റെ ട്രാവൽ ബാഗും കൊണ്ട് അവൾ വേഗം ഇറങ്ങി. ശംഭു സംശയത്തോടെ അപ്പോൾ തന്നെ രജത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു യാത്ര അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. രജിത്ത് രക്ഷിതിനെയും സിദ്ധിയെയും വിളിച്ചിരുന്നു. സിദ്ധി ഇപ്പോൾ കർണാടകയിലാണ്, രക്ഷിത് മലപ്പുറത്തും. സത്യയുടെ ഫോൺ നമ്പർ അവർ മുമ്പേ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം സത്യ അവളുടെ അപ്പാർട്ട്മെന്റിലെ ഗേറ്റ് കടന്നപ്പോൾ മുതൽ ഒരു കറുത്ത കാർ അവളെ ഫോളോ ചെയ്തു തുടങ്ങിയത് ബാൽക്കണിയിൽ നിന്ന് ശംഭുവിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. അവൻ രജത്തിനെ വിളിച്ചു. ഏട്ടാ, അവള് പോകുന്നത് അപകടത്തിലേക്കാണ്. ഇപ്പോഴേ അവൾക്ക് പിന്നാലെ ആരൊക്കെയോ ഉണ്ട്. അവന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി കലർന്നിരുന്നു. തുടരും. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.